നമസ്കാരം. സി വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുദിന ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഐശ്വര്യത്തെയും സമൃദ്ധിയെയും കണികണ്ടുണരാൻ മലയാളികൾ വിഷു ആഘോഷത്തിൽ. ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ലോറിക്ക് പിന്നിൽ കാറിടിച്ച് 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്ക്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് ഈ മാസം 18-ാം തീയതി കുടുംബ സംഗമം സംഘടിപ്പിക്കും. വിഷു വിപണിയിൽ ആശ്വാസമേകി സഹകരണ വകുപ്പിന്റെ വിഷുചന്തകൾ. വാർത്തകളുടെ വിശദഭാഗങ്ങളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സുദിനങ്ങളെ സ്വപ്നം കണ്ട് മലയാളി വിഷു ആഘോഷത്തിലേക്ക് പ്രവേശിച്ചു. വിഷുക്കണി ഒരുക്കാനും ആഘോഷം നിറപ്പ് കിട്ടാർന്നതാക്കാനും നാടെങ്കും തിരക്കിലാണ്. വിഷു തലേനാൾ വാണിജ്യ മേഖലകൾ തിരക്കിൽ വീർപ്പുമുട്ടി. മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമായ വിഷു ആഘോഷമാക്കുക ഓരോ മലയാളി കുടുംബത്തിന്റെയും ശീലം തന്നെയാണ്. കാർഷിക വിഭവങ്ങൾക്കാണ് വിഷു ആഘോഷവേളയിൽ പ്രധാന സ്ഥാനം. കർഷകർ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച ഇനങ്ങൾ മാത്രമായിരുന്നു ഒരു കാലത്ത് വിഷു ആഘോഷവേളയിൽ ഇടം ലഭിച്ചിരുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ വിപണിയിലെ വരവ് സാമഗ്രികളെ ആശ്രയിക്കുകയാണ് വിഷുദിനത്തിലും മലയാളികൾ ചെയ്യുന്നത്. വിഷുക്കണി കാണുകയാണ് വിഷുദിനത്തിലെ പ്രധാനമായ ചടങ്ങ്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്കാണ് കണി കാണുന്ന ചടങ്ങ് ആരംഭിക്കുന്നത്. ക്ഷേത്രങ്ങളിലും വീടുകളിലും വിഷുക്കണി ഒരുങ്ങുന്നു. വിഷുദിനത്തിലെ കണി കാണൽ ഒരു വർഷത്തേക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ വിഗ്രഹത്തിനൊപ്പം കണിക്കൊന്നപ്പൂവും പഴവർഗ്ഗങ്ങളും പച്ചക്കറിത്തരങ്ങളും നാളികേരവും അലങ്കരിച്ചു വെച്ചാണ് വിഷുക്കണി കാണുക. വിഷുദിനത്തിൽ സദ്യ ഒരുക്കുന്നതിലും മലയാളികൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നു. വ്യാപാര കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച വൈകുന്നേരം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പടക്കം പൊട്ടിക്കാനും പൂത്തിരി കൊളുത്താനും വിഭവങ്ങൾ വാങ്ങാൻ ജനത്തിരക്കാണ് കടകളിൽ കാണാനായത്. കണിക്കൊന്ന പൂക്കൾ വാങ്ങാനും വഴിനീളെ നിൽക്കുന്ന ജനങ്ങളെയും കാണാനായി. ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ലോറിക്ക് പിന്നിൽ കാറിടിച്ച് 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ചെങ്ങന്നൂർ പാണ്ടനാട് നോർത്ത് പഴയപുരക്കൽ KVS പിള്ള, കാറിന്റെ ഡ്രൈവർ തിരുവല്ല വളഞ്ഞവട്ടം പുത്തൻപുരക്കൽ കുര്യൻ ഗീർവർഗീസ് എന്നിവരാണ് മരിച്ചത്. KVS പിള്ളയുടെ ഭാര്യ കോമളം, തിരുവല്ല വളഞ്ഞവട്ടം പെരുമ്പളത്ത് വിശ്വംഭര പണിക്കർ എന്നിവർ പരിക്കേറ്റ് ചേർത്തല KVM ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 1:50ഓടെയായിരുന്നു ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം അപകടമുണ്ടായത്. KVS പിള്ളയുടെ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്ന മനോജ് പിള്ളയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിട്ട ശേഷം മടങ്ങവെയാണ് അപകടമുണ്ടായത്. അഗ്നിശമന സേനയെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിൽ അകപ്പെട്ടവരെ പുറത്തെടുത്തത്. അപ്പോഴേക്കും KVS പിള്ളയുടെയും ഷാജിയുടെയും അന്ത്യം സംഭവിച്ചിരുന്നു. നാട്ടുകാർ പോലീസ് സഹായത്തോടെയാണ് യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിച്ചത്. ടാറ്റ ഇൻഡിഗോ കാർ പൂർണ്ണമായി അപകടത്തിൽ തകർന്നു. തിങ്കളാഴ്ച രാത്രി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് അപകടത്തിൽപ്പെട്ടവർ നെടുമ്പാശ്ശേരിക്ക് വന്നത്. മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന KVS പിള്ളയും കുടുംബവും മധ്യപ്രദേശിലാണ് താമസം. 3 ആഴ്ച മുമ്പാണ് ജന്മനാട്ടിലെത്തിയത്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിനടുത്ത് വീട് വാങ്ങി സ്ഥിര താമസമാക്കുകയായിരുന്നു ലക്ഷ്യം. അപകടത്തിൽപ്പെട്ട കാർ 2 ആഴ്ച മുമ്പ് മാത്രമാണ് ഷാജി വാങ്ങിയത്. പരേതനായ പോത്തൻ ചാക്കോ മറിയാമ്മ ദമ്പതികളുടെ മകനാണ് മരിച്ച ഷാജി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് ഈ മാസം 18-ാം തീയതി ചേർത്തലയിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ജി ജയകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 18-ാം തീയതി രാവിലെ 10:30 ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന വ്യാപാരി വ്യവസായി കുടുംബ സംഗമം സംസ്ഥാന സെക്രട്ടറി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കെ.സി. വേണുഗോപാൽ എം പി, പി. തിലോത്തമൻ എം.എൽ.എ, നടൻ തിലകൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. അന്നേ ദിവസം 2 മണിക്ക് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് എ.എം. ഷെരീഫ് ഉദ്ഘാടനം ചെയ്യും. ഗായിക സോണിയ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. അന്നേ ദിവസം രാത്രി 7 മണിക്ക് ഗാനമേള ഉണ്ടാകും. അംഗങ്ങളുടെ ആവശ്യങ്ങൾ നേടാനുള്ള പ്രയത്നത്തോടൊപ്പം സാമൂഹ്യ സേവന രംഗത്തും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് നിലകൊള്ളുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഇ.ജെ. തോമസ്, ട്രഷറർ രാമചന്ദ്രൻ ഉണ്ണി, രക്ഷാധികാരി അലക്സാണ്ടർ ജോൺ, സെക്രട്ടറി പി.എ. പാപ്പച്ചൻ, വൈസ് പ്രസിഡന്റ് ഇ.കെ. തമ്പി, എം.ജെ. മാമച്ചൻ, സണ്ണി ജോസഫ്, കെ. ശശീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. വിഷു ആഘോഷവേളയിൽ നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുന്ന വിഷുചന്തകൾ സഹകരണ വകുപ്പ് സംഘടിപ്പിച്ചു. വിഷുചന്തകൾ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പ്രദാനം ചെയ്തു. കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് സംസ്ഥാനത്ത് വിഷുചന്തകൾ 2 ആഴ്ചയോളമായി പ്രവർത്തിച്ചു വന്നത്. അരിയും പഞ്ചസാരയും പലവ്യഞ്ജനങ്ങളും പൊതുവിപണിയിലേതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് വിഷുചന്തകളിൽ വിറ്റത്. ഇവ വാങ്ങാൻ ജനങ്ങളുടെ വൻ തിരക്കാണ് ചന്തകളിൽ അനുഭവപ്പെട്ടത്. ചേർത്തല നഗരത്തിൽ ഗവൺമെന്റ് സർവൻസ് സഹകരണ ബാങ്ക് വിഷുചന്ത നടത്തിയിരുന്നു. പ്രതിദിനം 30,000-നും 40,000-നും ഇടയിൽ രൂപയുടെ വിൽപ്പനയാണ് ഇവിടെ നടന്നത്. പഞ്ചായത്തുകൾ തോറും സഹകരണ ബാങ്കുകൾ വിഷുചന്ത ഒരുക്കിയിരുന്നു. സംസ്ഥാന സർക്കാർ നൽകുന്ന സബ്സിഡിയോടെയാണ് വിഷുചന്തകൾ സാധനങ്ങൾ വിറ്റത്. ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും ചേർന്ന് നടപ്പാക്കിയ വിഷുചന്ത എന്ന പദ്ധതി. ചരമ വാർത്തയിലേക്ക്. വെട്ടക്കൽ കുറുപ്പുപറമ്പിൽ നാരായണി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. രുക്മിണി, നളിനി, രാജപ്പൻ, പവിത്രൻ, പ്രകാശിനി, പ്രതാപൻ, സുധാമണി എന്നിവർ മക്കളും. പ്രഭാകരൻ, പരേതനായ ദിവാകരൻ, പത്മിനി, ഉഷ, രവീന്ദ്രൻ, മിനി, ഷാജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐശ്വര്യത്തെയും സമൃദ്ധിയെയും കണികണ്ടുണരാൻ മലയാളികൾ വിഷു ആഘോഷത്തിൽ. ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ലോറിക്ക് പിന്നിൽ കാറിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് ഈ മാസം 18-ാം തീയതി കുടുംബ സംഗമം സംഘടിപ്പിക്കും. വിഷു വിപണിയിൽ ആശ്വാസമേകി സഹകരണ വകുപ്പിന്റെ വിഷുചന്തകൾ. ഇതോടെ സി വിഷൻ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.